അറബിക്കടലിൽ വാൻഹായ് കപ്പലിലുണ്ടായ തീയണയ്ക്കാനുള്ള ശ്രമം തുടർന്ന് ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയും. എന്നാൽ ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല. കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയാണ്. കണ്ടെയ്നറുകളിലെ ചരക്കുകളിലേക്കും തീ പടരാൻ തുടങ്ങി. അതേസമയം പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സഹിൻ, ഇപ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതെങ്ങനെയാണ്? അരുണിമ, ഇത് 2ാം ദിവസമാണ് ചരക്ക് കപ്പലിലെ തീയണക്കാനുള്ള ശ്രമം ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയും 6ഓളം കപ്പലുകളുടെ നേതൃത്വത്തിൽ ഈ തീയണക്കാനുള്ള ഒരു നീക്കം ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ നാവികസേനയും തീരസംരക്ഷണ സേനയും എല്ലാം ഈ കപ്പലിലെ തീയണക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ഒരു തെല്ല് പോലും ശമനമുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയാണ്. മാത്രമല്ല, കപ്പലിലെ ചരക്കുകളിലേക്ക് കൂടി തീ പടരാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. മാത്രമല്ല, കപ്പൽ 15 ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സ്ഥിതിയിൽ തന്നെയാണ് കപ്പൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഒഴുക്കിനനുസരിച്ച് കപ്പലിൻ്റെ സ്ഥാനം മാറുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾക്കറിയാം, 18 നാവികരുണ്ടായിരുന്നതിൽ 6 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. 4 നാവികരെ കണ്ടെത്താനുള്ള നീക്കം നടക്കുന്നുണ്ട്. പക്ഷേ അവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡ്രോണിയർ വിമാനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴും തീയണക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വായുസ്പർശനത്താലും ഘർഷണത്താലും എല്ലാം തീപിടിക്കുന്ന വസ്തുക്കളിലേക്ക് തീ പടരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ കടലിലേക്ക് പതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതും ആശങ്ക ഉണ്ടാക്കുന്നു. അരുണിമ, അതാണ് കണ്ടെയ്നറുകളിലെ ചരക്കുകളിലേക്കും തീ പടരുന്നതാണ് ആശങ്ക. സഹിൻ ആന്റണിയാണ് വാർത്ത വിശദാംശങ്ങൾ നൽകിയത്.